ബിബിൻ ജോർജ് നായകനായ ചിത്രം കൂടലിന് ഗൾഫ് രാജ്യങ്ങളിലെ റിലീസിന് വിലക്കേർപ്പെടുത്തി. ചിത്രത്തിൽ ട്രാൻസ്ജെൻഡർ കഥാപാത്രം ഉള്ളതിനാലാണ് വിലക്കേർപ്പെടുത്തിയത്. മുമ്പ് മരണമാസ്, ലിറ്റിൽ ഹാർട്ട്സ് തുടങ്ങിയ സിനിമകൾക്കും GCC വിലക്കുണ്ടായിരുന്നു. സൈഫുനിസ അലിയാറാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. സൈഫുനിസ, ഈ വിലക്ക് സംബന്ധിച്ച് എന്ത് വിശദീകരണമാണ് ഇപ്പോൾ ലഭിക്കുന്നത്? ഇത് തന്നെയാണോ പറയുന്നത്? ട്രാൻസ്ജെൻഡർ കഥാപാത്രം ഉള്ളതുകൊണ്ടാണ് വിലക്ക് എന്ന് കൃത്യമായി പറയുന്നുണ്ടോ? ലക്ഷ്മി പത്മ, തീർച്ചയായും ട്രാൻസ്ജെൻഡർ കഥാപാത്രങ്ങൾ ഉള്ള സിനിമകൾക്ക് GCC രാജ്യങ്ങളിൽ, സൗദി അറേബ്യ, UAE തുടങ്ങിയ GCC രാജ്യങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്താറുണ്ട്. ഈ രീതിയിലാണ് കൂടുതൽ സിനിമയ്ക്കും ഇപ്പോൾ വിലക്കുണ്ടായിരിക്കുന്നത്. നേരത്തെ ബേസിൽ ജോസഫ് നായകനായ മരണമാസിനും ഇതേപോലെ തന്നെ വിലക്കുണ്ടായിരുന്നു. ഇപ്പോൾ ബിബിൻ ജോർജ് അഭിനയിച്ച കൂടുതൽ സിനിമ തിയേറ്ററുകളിൽ നല്ല പ്രതികരണം നേടി പ്രദർശനം തുടരുകയാണ്. ഈ സിനിമ കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകൾ എത്തുകയും ചെയ്തിരുന്നു. ഇത് GCC രാജ്യങ്ങളിൽ റിലീസിന് വേണ്ടി തയ്യാറെടുക്കുമ്പോഴാണ് ഇപ്പോൾ പ്രദർശനാനുമതി നിരസിച്ചിരിക്കുന്നത്. ഈ ട്രാൻസ്ജെൻഡർ റിയയാണ് ഇതിലൊരു പ്രധാന വേഷം അവതരിപ്പിക്കുന്നത്. അഞ്ജലി എന്ന് പറയുന്ന കഥാപാത്രമാണ് ഈ സിനിമയുടെ കഥാഗതിയെ ഏറെ നിർണ്ണയിക്കുന്ന ഒരു കഥാപാത്രം കൂടിയാണ്. സിനിമയിൽ ഒരു ഇന്റർവെല്ലിന് ശേഷം ഉടനീളം ഉള്ള കഥാപാത്രം കൂടിയാണ്. ഈ കഥാപാത്രത്തെ ഒഴിവാക്കിക്കൊണ്ട് ഈ സിനിമ ചെയ്യാനും സാധിക്കില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ GCC രാജ്യങ്ങളിൽ ഈ ട്രാൻസ്ജെൻഡർ കഥാപാത്രം ഉള്ളതുകൊണ്ട് സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകാനാകില്ല എന്ന് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ അണിയറ പ്രവർത്തകർക്ക് വലിയ നിരാശയാണ് ഇതോടെ ഉണ്ടായിരിക്കുന്നത്. കാരണം ഏറെ പ്രതീക്ഷയോടെ GCC രാജ്യങ്ങളിൽ സിനിമ ഏറ്റെടുക്കപ്പെടുമെന്ന് ഇവർ പ്രതീക്ഷിച്ചിരുന്നു. ക്യാമ്പിംഗ് പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന ഒരു സിനിമയാണ്. പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ചെത്തുകയും ഒരു ക്യാമ്പിൽ കണ്ടുമുട്ടുകയും പിന്നീടുണ്ടായ സംഭവവികാസങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ ഒരു പ്രമേയം എന്ന് പറയുന്നത്. നേരത്തെ ഈ വിനീത് ശ്രീനിവാസിന്റെ ഒരു ജാതി ജാതകം എന്ന് പറയുന്ന സിനിമയ്ക്കൊപ്പം തന്നെ ഷെയ്ൻ നിഗം നായകനായ ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറയുന്ന സിനിമയ്ക്കും എല്ലാം തന്നെ ഇതുപോലെ GCC രാജ്യങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. സമാനമായിരുന്ന കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അന്നും വിലക്ക് ഏർപ്പെടുത്തിയത്. സൈഫുനിസ അലിയാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൊച്ചിയിൽ നിന്ന്.